കൂടുതൽ ആമുഖങ്ങളില്ലാതെ നമുക്ക് വചന ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പ്രാർത്ഥിക്കാം. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, 68ാമത് കൊട്ടാരക്കര കൺവെൻഷൻ്റെ ഭാഗമാവുന്നതിന് നീ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരു വർഷമായി ഒരു കുർബാന സമൂഹമായി, ഒരു അനുരഞ്ജന സമൂഹമായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യുകയാണല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ ചെറുപതിപ്പുകളായി, ഞങ്ങളെ കാണുന്നവർ ദൈവരാജ്യത്തോട് പ്രിയമുള്ളവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട തിരുമേനിക്കായും തിരുമേനിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭദ്രാസനത്തിൻ്റെ എല്ലാ ചുമതലക്കാർക്കായും വിശ്വാസ സമൂഹത്തിനായും വൈദിക സമൂഹത്തിനായും സുവിശേഷകർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇന്നൊരുമിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചും അനുരഞ്ജനത്തെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹദായകമായി, രക്ഷാദായകമായി, സൗഖ്യദായകമായി ഭവിക്കണമേ. വചനത്തെയും അടിയനെയും ഈ നിൻ്റെ ജനത്തെയും ഒരുപോലെ അവിടുന്ന് വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് ഒരു ചരിത്ര സംഭവം പറഞ്ഞ് തുടങ്ങാം. റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് അദ്ദേഹത്തിൻ്റെ ആനൽസ് എന്ന ചരിത്ര പുസ്തകത്തിലെ 15ാമത്തെ ഭാഗത്ത് ഒരു ചരിത്ര സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. AD 64 ജൂലൈ 19 റോമ നഗരം കത്തിയെരിയാൻ തുടങ്ങി. ഏതാണ്ട് 6 ദിവസം നീണ്ട ഈ തീ അത് അവസാനിച്ചപ്പോഴത്തേക്കും ഏതാണ്ട് 2/3 ഭാഗം കത്തി അമർന്നിരുന്നു. ഇത് നീറോ ചക്രവർത്തിയാണ് റോമ നഗരത്തിന് തീ കൊടുത്തത് എന്ന് ഒരു പരക്കെ ഒരു ശ്രുതിയുണ്ടായി.
എന്നാൽ ടാസിറ്റസ് പറയുന്നു അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് നീറോ ചക്രവർത്തി പണിയാൻ തുടങ്ങിയ ഒരു സുവർണ മാളികയുണ്ട്, അതിൻ്റെ പേര് ഡോമുസ് ഓറിയ എന്ന. അതിന് സ്ഥലമൊരുക്കുവാനും അതിന് വഴിയൊരുക്കാനും വേണ്ടിയാണ് ഈ നഗരത്തിന് തീ കൊളുത്തിയത് എന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. ഈ വാർത്ത വല്ലാതെ ഒരുപക്ഷെ റോമിനെ വിഴുങ്ങിയ തീയേക്കാൾ വേഗത്തിൽ നാട്ടിൽ പരക്കാൻ തുടങ്ങി. ഈ വർത്തമാനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ, തമസ്കരിക്കാൻ അദ്ദേഹം ക്രിസ്ത്യാനികളാണ് റോമാ നഗരത്തിന് തീ കൊളുത്തിയത് എന്നുള്ള മറ്റൊരു നറേറ്റീവ്, മറ്റൊരു വാർത്ത പ്രചരിപ്പിച്ചു. ഈ വാർത്തയെ സ്ഥിരീകരിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനുമായി ധാരാളം ക്രിസ്ത്യാനികളെ നീറോ ചക്രവർത്തി അറസ്റ്റ് ചെയ്തു. കുറേ പേരെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു, കുറേ പേരെ ക്രൂശിച്ചു. അങ്ങനെ പല തരത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്ത ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനും കൊല്ലാനും തുടങ്ങി. അദ്ദേഹമാണ്, നീറോ ചക്രവർത്തിയാണ് റോമാ നഗരത്തിന് തീ കൊളുത്തിയത് എന്ന വർത്തമാനം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അദ്ദേഹം നാട്ടിലെ പൗര പ്രമുഖന്മാരെ വിളിച്ച് ഒരു വലിയ ഗാർഡൻ പാർട്ടി നടത്തി. ഈ ഗാർഡൻ പാർട്ടി നടക്കുന്ന ഗാർഡൻ എന്ന് പറയുന്നത് റോമാ ചക്രവർത്തിയുടെ ഈ കൊട്ടാരത്തിൻ്റെ പരിസരത്താണെങ്കിലും അതൊരു കോൺകേവ് രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ ഒരു പൂന്തോട്ടമാണ്. ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും മലനിരകളൊക്കെ ഉള്ളതുകൊണ്ട് വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ രാത്രിയിലെ പാർട്ടിക്ക് വെളിച്ചം കൊടുക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗം, താൻ അറസ്റ്റ് ചെയ്തിരുന്ന ക്രിസ്ത്യാനികളെ ഒരു പ്രത്യേകതരം പഴച്ചാറിൽ മുക്കി പുരട്ടി ഈ പൂന്തോട്ടത്തിന് ചുറ്റും നിർത്തി ജീവനോടെ തീ കൊളുത്തി. ഈ മനുഷ്യ തീവട്ടികൾ കത്തിക്കൊണ്ടിരിക്കെയാണ് ഈ പൗരപ്രമാണികൾ നീറോ വിളമ്പിയ വിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അവിടെ മുഴങ്ങിയ വലിയ സംഗീതത്തിൽ ഈ കത്തി അമർന്ന ക്രിസ്ത്യാനികളുടെ നിലവിളി ആരും കേൾക്കാതായി. അവിടെ മുഴങ്ങിയ അട്ടഹാസങ്ങളിൽ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ പ്രാണൻ എരിഞ്ഞമർന്നു. നീറോയുടെ സപ്പറല്ല, നീറോയുടെ വിരുന്നല്ല യേശു കർത്താവിൻ്റെ സപ്പർ. കൊരിന്തിലെ സാഹചര്യത്തിൽ യേശു കർത്താവിൻ്റെ വിരുന്നും നീറോ നടത്തിയ വിരുന്നും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്നുള്ളത് പൗലോസ് അപ്പോസ്തലനെ വല്ലാതെ വേദനിപ്പിച്ചു. ആചാരപരമായി അവർ നടത്തിയതൊക്കെ കർത്താവിൻ്റെ മേശയാണ്, എന്നാൽ ഉള്ളടക്കപരമായി അത് നീറോയുടെ വിരുന്നിൽ നിന്നും കാര്യമായ വ്യത്യാസമില്ല. കൊരിന്ത് സഭയിലെ അത്താഴങ്ങളിൽ കർത്താവിൻ്റെ വിരുന്നിൽ വന്ന ആളുകൾക്ക് ആരുടെയും നിലവിളി കേൾക്കാൻ താല്പര്യമില്ല. ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും അഭിമാനം പൊള്ളിച്ച വെട്ടത്തിലിരുന്ന് അവർ യേശു കർത്താവിൻ്റെ അത്താഴം ആസ്വദിച്ചു. അവർ കഴിച്ച യേശുവിൻ്റെ നാമത്തിലുള്ള അത്താഴത്തിൽ യേശു അല്ലാതെ മറ്റെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ കഴിക്കുന്ന അത്താഴം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയല്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത്താഴം കഴിക്കുന്നത്. നിങ്ങളുടെ വിരുന്നുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, എന്നാൽ അതിൽ ക്രിസ്തുവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടി വരുമ്പോൾ കഴിക്കുന്ന അത്താഴം കർത്താവിൻ്റെ അത്താഴം അല്ല.
കർത്താവിൻ്റെ അത്താഴം കഴിച്ച് 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 ക്രിസ്തുവിനെ പോലെ ആകുന്ന ഒരു ക്രിസ്താത്മകതയിലേക്കാണ് വാസ്തവത്തിൽ ദൈവജനം വളരേണ്ടത്. എന്നാൽ ക്രിസ്താത്മകതയിലേക്ക് വളരുന്നതിനു പകരം അവർ മൈതാത്മകതയിലേക്കാണ് വളർന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഈ മൈതാത്മകത എന്ന വാക്ക് എവിടുന്ന് കിട്ടിയെന്ന്. അത് എൻ്റെ വാക്കല്ല. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കേരളത്തിൻ്റെ മൈതാത്മകത എന്നൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ്. അതിലെ ആദ്യത്തെ അധ്യായമാണ് കേരളത്തിൻ്റെ മൈതാത്മകത. ആ പുസ്തകം വാങ്ങാനുള്ള കാരണം തന്നെ ഈ മൈതാത്മകത എന്ന പേരിനോടുള്ള ഒരു പ്രത്യേക ആകർഷണമാണ്. അവിടെ പറയുന്നത്, ഒരു കാലത്ത് കേരളത്തിൻ്റെ ആഹാരം കഞ്ഞിയും കപ്പയും പുഴുക്കും കാച്ചിലും ഒക്കെ ആയിരുന്നു. എന്നാൽ അത് മാറി മനുഷ്യൻ ഇപ്പോൾ മൈദ ചേർന്ന ആഹാരമാണ് കഴിക്കുന്നത്. പോസ്റ്റർ ഒട്ടിക്കേണ്ട, ഭിത്തിയേൽ തേക്കേണ്ട മൈദ മനുഷ്യൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മൈദ കഴിച്ച് 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 ഒരുതരം മൈദാത്മകതയിലേക്ക് മലയാളി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണോ എന്നറിയില്ല, മനുഷ്യനെ ഭിത്തിയിൽ തേക്കാൻ ഇപ്പോൾ ആളുകൾക്ക് പ്രശ്നമില്ല. കാരണം ഈ മൈദ അങ്ങനെയാണല്ലോ, അത് ഭിത്തിയെ തേക്കാനുള്ളതാണല്ലോ. മൈദ കഴിച്ച് 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 മനുഷ്യനെ ഭിത്തിയെ തേക്കാനോ മനുഷ്യനെ തേക്കാനോ നമുക്ക് വലിയ മടിയൊന്നുമില്ല. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ശരീരത്തിൽ, യേശു കർത്താവിൻ്റെ രക്തത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ അത് ക്രിസ്തുവിൻ്റെ അത്താഴം അല്ലെങ്കിൽ ഉണ്ടാവുക ക്രിസ്താത്മകതയല്ല, ഒന്നുകിൽ അത് മൈദാത്മകതയോ അല്ലെങ്കിൽ ഗോതമ്പാത്മകതയോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവേചിച്ചിട്ട് വേണം കർത്താവിൻ്റെ അത്താഴം കഴിക്കാൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ കൊരിന്ത് സഭയിൽ നിലവിലിരിക്കുന്ന അസമത്വങ്ങൾ അത് സ്വാഭാവികമാകുന്നു എന്നുള്ളതാണ് കൊരിന്തിലെ പ്രശ്നം. അസമത്വങ്ങളിൽ അസ്വാഭാവികത ഇല്ലാതാകുന്നു എന്നത്, അസമത്വങ്ങളും വിവേചനങ്ങളും സാധാരണമാകുന്നു എന്നത്, അസമത്വങ്ങളിൽ അശ്ലീലം ഇല്ലാതാകുന്നു എന്നത് കർത്താവിൻ്റെ അത്താഴത്തെ കർത്താവിൻ്റെ അത്താഴം ഇല്ലാതാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ പ്രധാന പ്രശ്നം വിവേചനങ്ങളും അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും ഒക്കെ കാണുമ്പോൾ അതിൽ യാതൊരു അസ്വാഭാവികതയും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വിവേചനങ്ങളെ നമ്മൾ ആന്തരികവൽക്കരിച്ചു കഴിഞ്ഞു എന്നാണ്. 2023 തമിഴ് ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, മാമന്നൻ. വടിവേലു ഒരു MLA കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനാണ് ഈ MLAയുടെ മകൻ. ആ നാട്ടിലെ ഒരു ജന്മിയാണ് മലയാളത്തിലെ പ്രധാന താരമായ ഫഹദ് ഫാസിൽ. ഒരു ദിവസം ഈ നാട്ടിലെ MLA ആയിരിക്കുന്ന ഈ വടിവേലു തൻ്റെ മകനും ഒരുമിച്ച് ഈ ജന്മിയെ കാണാൻ ഒരു പ്രത്യേക കാര്യം സംസാരിക്കാൻ അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഉപചാരം എന്ന നിലയിൽ ഈ ജന്മിയായിരിക്കുന്ന മനുഷ്യൻ കസേര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉക്കാരല്ലോ, ഇരുന്നാട്ടെ. പക്ഷെ അദ്ദേഹം ഇരിക്കില്ല. അപ്പോൾ തൻ്റെ മുൻപിൽ കസേര ഇട്ടുകൊടുത്തിട്ടും അപ്പൻ എന്താണ് ഇരിക്കാത്തത് എന്ന് മകന് മനസ്സിലാവും. മകൻ പറഞ്ഞ ഇരിക്കപ്പാ, ഇരിക്കില്ല. അപ്പോൾ ഈ ജന്മി പറയുന്നുണ്ട്, നിന്റെ അപ്പന് കസേര ഇട്ടുകൊടുത്താലും ഇരിക്കില്ല, കാരണം അങ്ങനൊരു പഴക്കമില്ല. അപ്പോൾ കൃത്യമായി നിലവിലിരിക്കുന്ന ഒരസമത്വത്തിൽ അപ്പന് യാതൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചിന്തകനായ ഗ്രാംഷി പറയുന്നത്, നമ്മുടെ നാട്ടിലെ അസമത്വങ്ങളൊക്കെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതല്ല, നമുക്ക് തന്നെ
അസമത്വങ്ങളിലും അടിച്ചമർത്തലുകളിലും ചൂഷണങ്ങളിലും യാതൊരു കുഴപ്പവുമില്ല എന്ന് തോന്നത്തക്ക തരത്തിൽ അത്രത്തോളം അസമത്വങ്ങളെ നമ്മൾ ആന്തരികവൽക്കരിക്കുകയോ സാംശീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെയും മനുഷ്യബന്ധങ്ങളെയും കാണേണ്ടത് ആവശ്യമാണ്. ഞാനൊരു ഫ്രഞ്ച് ഫിനോമിനോളജിസ്റ്റിൻ്റെ ഒരു ഉദ്ധരണി പറഞ്ഞ് നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഫ്രഞ്ച് ഫിനോമിനോളജിസ്റ്റ് ആയിരിക്കുന്ന ജീൻ ലൂക്ക് മാരിയൻ കുർബാനയെക്കുറിച്ച് ഇങ്ങനൊരു വാചകം പറയുന്നുണ്ട്: Eucharist is not something we look at. It is that through which we see the world. കുർബാന എന്നത് കാണുകയല്ല, കുർബാനയിലൂടെ ലോകത്തെ കാണുകയാണ്. നമ്മളൊക്കെ കുർബാന കാണുന്നവരാണ്. Eucharist is not something that we look at. കുർബാന കാണാനുള്ളതല്ല, കുർബാനയിലൂടെ ലോകത്തെയും മനുഷ്യരെയും കാണുകയാണ്. മറ്റൊരർത്ഥത്തിൽ കുർബാന കാണുമ്പോൾ അത് ഒരുതരം അനുഷ്ഠാനമായി വല്ലാതെ ചുരുങ്ങിപ്പോവുകയോ അതൊരു കേവലം ആചാരമായി ന്യൂനീകരിക്കപ്പെടുകയോ ചെയ്യും. എന്നാൽ കുർബാന ഒരു കണ്ണാടിയായി നമ്മളെയും ലോകത്തെയും കാണാനുള്ള ഒരു മിററായി മാറുമ്പോൾ ഒരു പുതിയ ലോകത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളിൽ നിലവിലിരിക്കുന്ന അസമത്വത്തെക്കുറിച്ച് ഇത് ശരിയല്ലല്ലോ, ഇത് നോർമൽ അല്ലല്ലോ, ഇതൊരു അസ്വാഭാവികമായ കാര്യമാണല്ലോ, ഇതൊരു അശ്ലീലമാണല്ലോ എന്ന് തോന്നാൻ നമുക്കിടയായിത്തീരും. കുർബാന കാണുന്ന ഒരാൾക്ക് ചുറ്റുപാടിൽ എന്ത് നടന്നാലും അതിലൊരു അസ്വാഭാവികതയും തോന്നില്ല. എന്നാൽ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുമ്പോൾ വിവേചനങ്ങളും ചൂഷണങ്ങളും വേർതിരിവുകളും ഒരശ്ലീലമായി നമുക്ക് അനുഭവപ്പെടും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു ജെൻസി ഭാഷ ഉപയോഗിച്ചാൽ, കുർബാന എന്നത് ഒരു ആപ്പല്ല, ഒരു സോഫ്റ്റ്വെയറാണ്. എന്താണ് ആപ്പും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം? ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐപാഡ് എന്ന് പറയുന്ന ഗാഡ്ജറ്റിൽ ഒരു തരത്തിലും ഈ മൊബൈലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത ഒന്നാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തുറന്നാൽ മതി, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, അതൊരു മൂലക്കിരുന്നോളും. പക്ഷേ സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. ഇറ്റ് റീകോൺഫിഗേഴ്സ് ദ ഹോൾ സിസ്റ്റം. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന എന്ന സോഫ്റ്റ്വെയറിലൂടെ നാം നമ്മെ തന്നെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളെ മുഴുവനായി അത് രൂപപ്പെടുത്തും. നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ആത്മകഥ ജീവിതം ഒരു അഭിഷേകം, അതിൽ തിരുമേനിയുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തിയ 5 കാര്യങ്ങൾ പറയുന്നിടത്ത് അതിൽ ഒന്ന് വിശുദ്ധ കുർബാനയാണ്. അവിടെ നമ്മുടെ പരമാധ്യക്ഷനായ മെത്രാപ്പൊലീത്ത തിരുമേനി പറയുന്നത്, വിശുദ്ധ കുർബാന രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരാപ്പായി, സൺഡേ ആപ്പായി, വീക്കെൻഡ് ആപ്പായി നമ്മൾ വിശുദ്ധ കുർബാനയെ കാണുന്നതിന് പകരം ഇത് എൻ്റെ എല്ലാ ദിവസത്തെയും റീകോൺഫിഗർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറായി മാറുമ്പോൾ ഇറ്റ് ചേഞ്ചസ്, ഇറ്റ് ട്രാൻസ്ഫോംസ് ആൻഡ് ഇറ്റ് റീകോൺഫിഗേഴ്സ് അവർ വെരി സിസ്റ്റം. ഇങ്ങനെ നമ്മൾ ലോകത്തെ കാണുമ്പോഴാണ് നമ്മളൊരു വിശുദ്ധ കുർബാന സിസ്റ്റമാവുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻപിൽ പല തരത്തിലുള്ള വിരുന്നുകളുണ്ട്. നീറോയുടെ വിരുന്ന് ഒരു വശത്തുണ്ട്, മറുവശത്ത് കർത്താവിൻ്റെ വിരുന്നുണ്ട്. നീറോയുടെ വിരുന്ന് എന്ന് പറയുന്നത് ഈറ്റിംഗ് ദ ഗ്രെയിൻ ആണ്. എന്നാൽ കർത്താവിൻ്റെ വിരുന്നെന്ന് പറയുന്നത് ഈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. എന്താണ് ഈറ്റിംഗ് ദ ഗ്രെയിൻ ആൻഡ് ഈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഈറ്റിംഗ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറയുന്നതാണ് കർത്താവിൻ്റെ വിരുന്ന്. അതുകൊണ്ട് 2 തരത്തിലുള്ള വിരുന്നുകൾ ലോകത്തുണ്ട്. ഒന്ന് നീറോയുടെ വിരുന്ന്, ദാറ്റ് ഈസ് ഈറ്റിംഗ് ദ ഗ്രെയിൻ. മറുവശത്ത് കർത്താവിൻ്റെ വിരുന്നാണ്,
അത് ഈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. നമ്മൾ എവിടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? നമ്മൾ എവിടെയാണ് കർത്താവിനെ അന്വേഷിക്കുന്നത്? KR മീരയുടെ കലാച്ചി എന്ന പുസ്തകത്തിൽ ഒരു കുഞ്ഞു കഥ പറയുന്നുണ്ട്. ഇബ്രാഹിം രാജാവ് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ തട്ടുംപുറത്ത് വലിയ ശബ്ദം കേട്ടു. അപ്പോൾ ചോദിച്ചു, ആരാ മേളിൽ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സഞ്ചാരികളാണ്. നിങ്ങളെന്തോ തട്ടുംപുറത്ത് നോക്കുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒട്ടകങ്ങളെ കാണാതായി, അത് തട്ടുംപുറത്ത് അന്വേഷിക്കുക. അപ്പോൾ ചോദിച്ചു, ഒട്ടകം എങ്ങനെയാ തട്ടുംപുറത്ത് വരുന്നേ? അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാമെങ്കിൽ ഞങ്ങൾക്ക് തട്ടുംപുറത്ത് ഒട്ടകത്തെ അന്വേഷിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എവിടെയാണ്? നീറോയുടെ വിരുന്നിലാണോ അതോ കർത്താവിൻ്റെ വിരുന്നിലാണോ പങ്കാളികളാവുന്നത്? എന്താണ് ഈ രണ്ട് വിരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം? നീറോയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് യോഗ്യത വേണം. എന്നാൽ കർത്താവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഒന്നുമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ യോഗ്യത. നീറോയുടെ വിരുന്നെന്ന് പറയുന്നത്, അതിന് വെളിച്ചം പകരുന്നത് അനേകരുടെ അഭിമാനത്തിന് തീ കൊളുത്തിയ. എന്നാൽ കർത്താവിൻ്റെ വിരുന്നെന്ന് പറയുന്നത് അഭിമാനം പൊള്ളിയവരുടെ വിരുന്നാണ്. നീറോയുടെ വിരുന്നിൽ മുഴങ്ങുന്ന ചിരിയിൽ നിലവിളികൾ മാഞ്ഞുപോകും. എന്നാൽ കർത്താവിൻ്റെ വിരുന്നിൽ മുഴങ്ങുന്നത് ചിരിയും അട്ടഹാസവുമല്ല, സാധാരണക്കാരൻ്റെ നിലവിളിയാണ്. ആരൊക്കെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീറോയുടെ വിരുന്നിൽ ക്ഷണം. എന്നാൽ കർത്താവിൻ്റെ വിരുന്നിൽ നമ്മൾ ആരുമല്ല എന്നുള്ളതാണ് അവിടുത്തെ യോഗ്യത. നീറോയുടെ വിരുന്നിൽ പോകാൻ നമുക്ക് സിംഹാസനങ്ങൾ ഉണ്ടാവണം. എന്നാൽ കർത്താവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ അത് പുറംപോക്കിൽ ഉള്ളവർക്കാണ് എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് 3 വിചാരങ്ങളാണ് ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശുദ്ധ കുർബാന എന്നത് ഒരു പുതിയ ബാങ്ക്വറ്റാണ്, ഒരു പുതിയ വിരുന്നാണ്. അല്ലെങ്കിൽ അതൊരു കൗണ്ടർ ബാങ്ക്വറ്റാണ്. അത് ലോകത്തിലുള്ള നീറോമാരുടെ വിരുന്ന് പോലെ അല്ല. അത് വ്യത്യസ്തമായ ഒരു വിരുന്നാണ്. അതൊരു വേറിട്ട വിരുന്നാണ്. അതൊരു കൗണ്ടർ ബാങ്ക്വറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീറോയുടെ വിരുന്നെന്ന് പറയുന്നത് യു ആർ സിംപ്ലി കൺസ്യൂമിങ് ദ ഗ്രെയിൻ, യു ആർ സിംപ്ലി ഈറ്റിംഗ് ദ ഗ്രെയിൻ. എന്നാൽ കർത്താവിൻ്റെ അത്താഴത്തിൽ യു ആർ നോട്ട് ഈറ്റിംഗ് ദ ഗ്രെയിൻ, യു ആർ ഈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. 11-ാം അധ്യായത്തിൻ്റെ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം തുടങ്ങുന്നത് 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതില്ലെന്ന് നമുക്കറിയാമല്ലോ. അവിടെയെല്ലാം അവർ ഭക്ഷിക്കാൻ ഇരുന്നപ്പോൾ എന്നാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ മാത്രമാണ് പറയുന്നത് ഓൺ ദ ഡേ ഹി വാസ് ബിട്രേഡ്, അവനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ. എന്താണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം? യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഒരു വലിയ ഉപജാപക സംഘമുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നല്ല, പ്രധാനമായും 2 കാരണങ്ങൾ പറയാം. ഒന്ന്, യേശു ഒരു പുതിയ തീൻമേശ സംസ്കാരമുണ്ടാക്കി. ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എ ന്യൂ ഡൈനിങ് കൾച്ചർ. ഒരു പുതിയ തീൻമേശ സംസ്കാരം യേശു സൃഷ്ടിക്കുകയാണ്. യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം, യേശു കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഗുരു എന്താണ്? അവൻ പാപികളോടും ചുങ്കക്കാരോടും വേശ്യമാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ഭക്ഷണമേശയിലെ അതിഥികൾ പ്രത്യേകിച്ചൊരു സ്ഥാനമോ മാന്യതയോ ഉള്ളവരല്ല. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടിലെ വാചകം എടുത്താൽ എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്നാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത.
ബാഷ്പീകൃതയുടെ 6-ാം വിരൽ എന്ന് പറഞ്ഞാൽ ബാഷ്പമായി പോയ MTയുടെ ആദ്യ ഭാര്യയായിരുന്ന പ്രമീള നായരെ കുറിച്ചാണ് പറയുന്നത്. അവരൊരിടത്തും അവരെക്കുറിച്ചൊന്നുമില്ല, ബാഷ്പമായി പോയി. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ബാഷ്പീകൃതരായ മനുഷ്യർക്കാണ് യേശുവിൻ്റെ മേശയിൽ ഇടം. നമുക്കറിയാം, ഒരു ഭക്ഷണമേശ എന്ന് പറയുമ്പോൾ അതിലെ ഇരിപ്പിടത്തിലെ സ്ഥാനം മിക്കവാറും നമ്മുടെ സ്ഥാനവും മാന്യതയും ഒക്കെ അനുസരിച്ചാണ്. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ വീട്ടുകാരനായിരിക്കും അവിടുത്തെ പ്രധാന ആ കസേര. ഒരു മണവും ഗുണവും ഇല്ലെങ്കിലും കസേര, പ്രധാന കസേര, അതാണ് ഹെഡ് ഓഫ് ദ ഹൗസ്. ഹെഡ് പോയിട്ട് ടെയിൽ പോലും അല്ല. എന്നാലും മേശ വരുമ്പം, കാരണം അങ്ങനെയാണല്ലോ പ്രോട്ടോകോൾ. നീറോ ചക്രവർത്തിയുടെ അത്താഴങ്ങളിൽ പ്രോട്ടോകോളാണ് പ്രധാനം. എന്നാൽ യേശു കർത്താവിൻ്റെ ഭക്ഷണമേശയിൽ പൊളിറ്റിക്സ് ആണ് പ്രധാനം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളുടെ സ്ഥാനമോ മാന്യതയോ ഒന്നും നോക്കിയല്ല, അവിടെ രക്ഷ ആവശ്യമുള്ളവർ, സ്നേഹം ആവശ്യമുള്ളവർ, പാപമോചനം ആവശ്യമുള്ളവർ, നീതിമാന്മാരെ അല്ല, ഞാൻ പാപികളെയാണ് രക്ഷിക്കാൻ വന്നത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കുള്ള സ്ഥലമായിരുന്നു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമൂഹം പല കാരണങ്ങൾ കൊണ്ടും മാറ്റി നിർത്തിയ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന അത്തരം നിമിഷങ്ങളുടെ അനുഭവമാണ് ഒരു യൂക്കറിസ്റ്റിക് മോമെൻറ്റ് എന്ന് പറയും. എനിക്ക് ഒത്തിരി ഇഷ്ടവും സ്നേഹവുമുള്ള ഒരാളാണ് നമ്മുടെ ഭാഗ്യസ്മരണീയനായ സക്രിയാസ് തിരുമേനി. ഒരിക്കൽ തിരുമേനി സേലത്ത്, ഞാൻ കുണ്ടറയിൽ എന്നൊരു വാക്ക് പറയാതെ എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. സേലത്തോട്ടാണ് പോയത്. അപ്പോൾ സക്രിയാസ് തിരുമേനി പറഞ്ഞു നമ്മൾ പള്ളിയൊക്കെ സന്ദർശിക്കണം. അപ്പോൾ ശരി, അങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. തിരുമേനി ബാംഗ്ലൂരിൽ വന്നു, വേറൊരു ഫ്യൂണറലിന് വന്നതാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു ടാക്സിയിൽ തിരുമേനിയെ കൊണ്ടുവരിക. പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾ ബാംഗ്ലൂർ വലിയ പരിചയമൊന്നുമില്ല. അപ്പം ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. അപ്പോൾ തിരുമേനി ഒരല്പം അസ്വസ്ഥനായി. കാരണം ഒരു 4 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് ഒരു 6 മണിയായി അവിടെ ചെന്നപ്പോൾ. നമുക്ക് അന്ന് ഈ ഗൂഗിളും ഇങ്ങനത്തെ സൂത്രമൊന്നുമുള്ള സമയമല്ല. അപ്പോൾ തിരുമേനി ഞങ്ങളവിടെ ചെന്നപ്പോൾ, അന്ന് ബാംഗ്ലൂർ ഈസ്റ്റ് പള്ളിയിലാണ്, നമ്മുടെ ജോർജ് ഒറീസച്ചൻ അവിടെ ഇരിക്കും. ഈ ജോർജ് ഒറീസച്ചനല്ല, കുറച്ചുകൂടെ കൊള്ളാവുന്ന ഒരു ജോർജ് ഒറീസച്ചൻ. അപ്പോൾ അച്ഛനൊരു ചായയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ തിരുമേനി ചോദിച്ചു, എന്നാ താമസിച്ച്? ഞാൻ പറഞ്ഞു, തിരുമേനി റിംഗ് റോഡല്ലേ, കറങ്ങിയൊക്കെ വന്നപ്പം ഇങ്ങനെയാണോ അച്ഛന്മാർ യാത്ര ചെയ്യേണ്ടത്? യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തിരുമേനി എനിക്കൊരു 10 കൂട്ടം കാര്യങ്ങൾ ക്ലാസ് എടുത്തു. വല്ലതും പറയാൻ പറ്റുമോ? സേലത്തിനപ്പുറത്ത് ഇനി പോണ്ടിച്ചേരിയേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടൊന്നും മിണ്ടിയില്ല, എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി അച്ഛൻ വഴി പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. തിരുമേനി ഇടത്തോട്ട് പോ, വലത്തോട്ട് പോ എന്നൊക്കെ പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ഈസ്റ്റ് പള്ളിയുടെ പാഴ്സലയിൽ അവിടെ തന്നെ വന്നു. അച്ഛാ, നമ്മൾ ഇവിടെ നിന്നല്ലേ തുടങ്ങിയേ? അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലേറ്റായി. ഞങ്ങളിപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഹുസൂർ ആയപ്പോൾ ഞാൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഒരു പഴമുണ്ട്, വിശക്കുന്നുണ്ടോ, വേണോ? ഓ, എനിക്ക് വേണം. എന്നാൽ പറഞ്ഞു, ഞാനൊന്ന് കഴിച്ചോട്ടെ. അച്ഛൻ കഴിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനി ചോദിച്ചു, അച്ഛൻ മുമ്പേ ഒരു പഴത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അതുണ്ടോ? അപ്പോൾ തിരുമേനിക്ക് ഡയബറ്റിക് ഉള്ളതുകൊണ്ട് നല്ല വിശപ്പായി. ഞാൻ പറഞ്ഞു, തീർന്നു പോയി. വീണ്ടും മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അച്ഛാ നല്ല വിശപ്പ്. അപ്പോഴത്തേക്കാണ്ട് 11:30-12 ഞാൻ പറഞ്ഞു, തിരുമേനി ഇനി ഒന്നും കിട്ടാനൊന്നും ഇല്ല. അച്ഛാ റോഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദാബായുടെ, നമ്മൾ ഈ പഞ്ചാബി ദാബ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വന്ന് നിർത്തി. അപ്പോൾ അവിടെ നോക്കിയപ്പം കഷ്ടിച്ച് ഒരു അപ്പവും, ഈ നമ്മൾ എന്താ പറഞ്ഞത്, ഈ കനലിൽ ചുട്ട ഒരപ്പവും കുറച്ച് ഉള്ളിക്കറിയുണ്ട്, പാളയുടെ പാത്രമുണ്ട്. അപ്പം ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഒറ്റ അപ്പേ ഉള്ളൂ, ഉള്ളിക്കറിയേ ഉള്ളൂ, പാത്രം പാളയുടെയാണ്. ഉള്ളതാട്ടച്ച.
അങ്ങനെ ഞങ്ങൾ ഒരു 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 ഇതിൻ്റെ അകത്ത് ഒരു പാളയുടെ പാത്രത്തിൻ്റെ അകത്ത് ഇതും ഇച്ചിരി ഉള്ളിക്കറിയൊക്കെ ഒഴിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമേനി അത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ ആ നോട്ടം കണ്ടപ്പം തിരുമേനിക്ക് മനസ്സിലായി അച്ഛനും വേണോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാ തിരുമേനിമാർ, വിശക്കുന്നോന്നൊക്കെ ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട്, എന്നാൽ അച്ഛൻ ഈ പാത്രത്തിൽ നിന്ന് കഴിച്ചു. അതാണ് യൂക്കറിസ്റ്റ്. നിവൃത്തികേട് കൊണ്ടാണെങ്കിൽ പോലും ദാറ്റ് വാസ് എ യൂക്കറിസ്റ്റിക് മൊമെന്റ്. എന്താണ്, ഒരേ പാത്രത്തിൽ സകല പ്രോട്ടോക്കോളും മാറ്റിവെച്ച് ഒരു സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു പാളയുടെ പാത്രത്തിൽ ഒരു കനലിൽ ചുട്ട അപ്പവും ഉള്ളിക്കറി. അതാണ് യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല നമ്മൾ എന്തൊക്കെയാണോ അതെല്ലാം അഴിച്ചു വെക്കുന്ന അവിടെ പ്രോട്ടോക്കോൾ അല്ല, അതിൻ്റെ പൊളിറ്റിക്സാണ്. നമ്മുടെ പുനലൂരുള്ള ഒരു തിരുമേനിയാണല്ലോ പൊന്നുമുത്തൻ തിരുമേനി. ഞാൻ ഈ കഥ എവിടെയോ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നുകൂടെ നിങ്ങൾ ഈ മുമ്പിൽ ഈ പുസ്തകമായിട്ടിരിക്കുന്നവർ എഴുതണ്ട. ഇങ്ങനെ എഴുതി മരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. തിരുമേനി ഓസ്കർ റൊമീറോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെല്ലാം ഒന്ന് മടക്കി വെച്ചാൽ എനിക്കൊരു നാളെ എങ്ങാനും തിരുമേനി ഇങ്ങനെ ചോദിച്ചിട്ടേ അവസാനം അതുകൊണ്ട് അതങ്ങ് മടക്കി വെച്ച ടൂൾസൊക്കെ ഫുൾ എഴുതണമെന്നില്ല. അപ്പോൾ പൊന്നുമുത്തൻ തിരുമേനി പറഞ്ഞു, അച്ഛാ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറയണേ. അവിടെ ചെന്നു. 12:30 ചാപ്പലുമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു 10-40 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഒരു ഡൈനിങ് മേശ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 40 കുറയ്ക്കാൻ പറ്റുമോ? ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല, 40 തന്നെ. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് പ്രത്യേകത? അവിടെ ഇന്ന ആർക്ക് ഇന്ന കസേരയെന്നില്ല, എവിടെയും ഇരിക്കാം. അവിടെ ചെല്ലുന്നു, ക്യൂ നിൽക്കുന്നു, പാത്രം എടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ചാപ്പലിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ, പറമ്പിൽ ജോലി ചെയ്യുന്നവർ, പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ, ഓഫീസിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം. അവിടെ സ്ഥാനമൊന്നുമില്ല. ആരാദ്യം വരുന്നു, പ്രാർത്ഥന കഴിഞ്ഞ് അവർ പ്ലേറ്റ് എടുക്കുന്നു, ഭക്ഷണം ആവശ്യത്തിനുള്ളത് വിളമ്പിയെടുക്കുന്നു, അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. എന്താണ് യൂക്കറിസ്റ്റിക് മീൽ എന്ന് പറയുന്നത്? പ്രോട്ടോക്കോൾ മാറ്റിവെച്ച് അതിൻ്റെ പൊളിറ്റിക്സ് ആണ് പ്രധാനം. യേശു ഒരു പുതിയ ഡൈനിങ് സംസ്കാരം, ഒരു പുതിയ തീൻമേശ സംസ്കാരം. നമുക്കറിയാം കർത്താവിൻ്റെ മേശയ്ക്ക് ലോർഡ്സ് ടേബിൾ എന്നൊരു വാക്കുണ്ട്. ലോർഡ് എന്നതിന് കർത്താവ് എന്ന് മാത്രമല്ല പ്രഭു എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ മേശ എന്ന് നമ്മൾ പറയുന്നത് അത് പ്രഭുവിൻ്റെ മേശയാണോ അതോ ശരിക്കും കർത്താവിൻ്റെ മേശ തന്നെയാണോ? വീണ്ടും നമ്മൾ മറ്റൊരു ടേബിളിനെ കുറിച്ച് കാണുന്നുണ്ട്. അത് യെരുശലേം ദേവാലയത്തിൽ യേശു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ പൊൻവാണിഭക്കാരും പ്രാവിനെ വിൽക്കുന്നവരും എല്ലാം അവിടെ ഉണ്ട്. യേശു അവിടോട്ട് ചെന്ന് ചാട്ടവാറെടുത്ത് സകല എണ്ണത്തിനെ അടിച്ചോടിച്ചു. അവിടെ ഒരു ടേബിളുണ്ട്. കർത്താവ് എന്താ ചെയ്തത്? ആ മേശ മറിച്ചിട്ടു. അവിടെ പ്രാവിനെ വിൽക്കുന്നവരും ആടിനെ വിൽക്കുന്നവരുമുണ്ട്. അവർക്ക് പുറത്തു നിന്ന് ആടിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, സർട്ടിഫൈ ചെയ്യണം, ഇതിന് ഊനമില്ലെന്ന്. അപ്പോൾ ഇത് അച്ഛന്മാരാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇവർക്ക് കമ്മീഷനുണ്ട്. അതുകൊണ്ട് കമ്മീഷൻ കിട്ടേണ്ടത് കൊണ്ട് പുറത്തു നിന്ന് ഏത് ആടിനെ കൊണ്ടും, ചില ആശുപത്രി ഡോക്ടർമാരാ ലോകത്തിൽ എവിടെ എക്സ്റേ എടുത്താലും ക്ലിയർ ആവത്തില്ല. കാരണം കിട്ടേണ്ടത് കിട്ടിയെങ്കിലേ ക്ലാരിറ്റി വരും. അപ്പോൾ ഈ അച്ഛന്മാർ കമ്മീഷൻ വാങ്ങിക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് ആടിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ട് അവിടെ തന്നെ വാങ്ങിക്കണം. അപ്പോൾ അതിന് ഭയങ്കര പൈസ കൊടുക്കണം. അവിടെ ഈ മണി എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. യെരുശലേം ദേവാലയത്തിൽ ഷേക്കേൽ നാണയം മാത്രമേ ഇടാൻ പറ്റൂ. മറ്റെല്ലാ നാണയങ്ങൾക്കും, പുറത്ത് സർക്കുലേഷനിലുള്ള നാണയങ്ങൾക്കൊക്കെ റോമൻ ചക്രവർത്തിയുടെ പടമാവുള്ളൂ, അതിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് ഈ മണി എക്സ്ചേഞ്ച് ചെയ്യണം. അതുകൊണ്ടാണ് പൊൻവാണിഭക്കാർ
പണ്ടൊരു പയ്യൻ വായിച്ച പോലെ പെൺവാണിഭക്കാരെ അവൻ അടിച്ച് പുറത്താക്കി, അതല്ല, അത് പൊൻവാണിഭ. അപ്പോൾ മൃഗങ്ങളെ വിൽക്കുന്നവരെയും ഇങ്ങനെ മണി എക്സ്ചേഞ്ച് പണമിടപാടുകൾ നടത്തുന്നവരെയും യേശു അടിച്ചു പുറത്താക്കി. ഈ മേശ മറിച്ചിട്ടു. അപ്പോൾ രണ്ടും മേശകൾ മറിച്ചിട്ടിട്ട് യേശു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കർത്താവിൻ്റെ മേശ. ഒന്ന്, സമൂഹത്തിൽ ബാഷ്പീകൃതരായിരിക്കുന്ന മനുഷ്യർ, ആവിയായിപ്പോയ മനുഷ്യർ, അവർ ജീവിച്ചിരിക്കുന്നു എന്നതിന് യാതൊരു തെളിവുമില്ലാതിരിക്കെ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് മേശയിൽ ഒരിടം കൊടുത്ത് അവനൊരു പുതിയ തീൻമേശ സംസ്കാരം ഉണ്ടാക്കി. രണ്ട്, പള്ളികൾ ചന്തകളായപ്പോൾ പള്ളികളിലെ മേശ മറിച്ചിട്ടിട്ട് അവനൊരു പുതിയ മേശയുണ്ടാക്കി. അതുകൊണ്ട് ലോർഡ്സ് ടേബിൾ, യേശുവിൻ്റെ മേശ, കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് രണ്ട് തരം മേശകൾ മറിച്ചിട്ടിട്ട് ഉണ്ടാക്കിയ മേശയാണ്. ഒന്ന്, നിലവിലിരുന്ന തീൻമേശ മാതൃകകൾ. രണ്ട്, പള്ളിയെ ചന്തയാക്കി കച്ചവട സ്ഥലം ആക്കിയവരെ. ചുരുക്കത്തിൽ മനുഷ്യരെ അന്യോന്യം അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരാൻ, മനുഷ്യരെ ദൈവത്തിലേക്ക് അനുരഞ്ജനപ്പെടുത്താൻ യേശു കൊടുത്ത ജീവന്റെ വിലയാണ് ലോർഡ്സ് സപ്പർ. രണ്ടു മേശകൾ മറിച്ചിട്ടപ്പോൾ യേശുവിന് കൊടുക്കേണ്ടി വന്ന ജീവന്റെ വിലയുടെ പേരാണ് കർത്താവിൻ്റെ മേശ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലോർഡ്സ് ടേബിളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളതിനെ ഒട്ടും, ഇതൊരു കൗണ്ടർ ബാങ്ക്വറ്റാണ്. നിലവിലിരിക്കുന്ന എല്ലാ ഭക്ഷണമേശ മാതൃകകൾക്കുമുള്ള മറ്റൊരു മാതൃകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയേണ്ടത്, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപ് വിരിച്ചൊരുക്കിയ ഒരു മാളികയിൽ ആദ്യത്തെ ദിവസം നമ്മുടെ സെറാഫീം തിരുമേനി പറഞ്ഞ പോലെ ഒരുപക്ഷെ കർത്താവ് കാണിച്ച ഏക ലക്ഷറി അതാണ്. അവിടെ എല്ലാം നിരത്തി വെച്ചു. എന്നിട്ട് ആദ്യം കർത്താവ് ചെയ്തത് അപ്പം എടുക്കുമല്ല, അപ്പം ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് കർത്താവ് വേറെ ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തു. കാരണം അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി, ആരാണ് വലിയവൻ. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ അത്താഴം വിശുദ്ധ കുർബാന ആകണമെങ്കിൽ ആരാണ് വലിയവനെന്ന തർക്കത്തിന് പരിഹാരമാകാതെ, അതുകൊണ്ടാണ് ബിഫോർ ബ്രേക്കിംഗ് ദ ബ്രെഡ് he broke the barriers between him and his disciples. അതുകൊണ്ട് ശിഷ്യന്മാർക്കിടയിലുള്ള വലിപ്പച്ചെറുപ്പം, ഈ മതിൽ യേശു കർത്താവ് പൊളിക്കാൻ ശ്രമിക്കുന്നത്, അവൻ അരയിൽ തുവാല ചുറ്റി ഒരു കയ്യിൽ പാത്രമെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരും വലിയവനും ചെറിയവനുമല്ല, നമ്മൾ സ്നേഹിതന്മാരാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാന നീറോയുടെ ഭക്ഷണമേശ പോലെ ആയിപ്പോകുന്നത്? നമുക്കിടയിൽ അശ്ലീലകരമായ, അസഹനീയമായ, അപലപനീയമായ വലിപ്പച്ചെറുപ്പങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ. എന്നാൽ ഓർക്കേണ്ടത്, വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന നമ്മൾ ഓർക്കണം, ഒരു കസേരയും നമ്മളെക്കാൾ വലുതല്ല. ഇതെൻ്റെ വാചകമല്ല, ബാബു പോൾ സാർ യുവ IAS-കാരോട് പറഞ്ഞതാ. നിങ്ങൾ IAS-ലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർത്തോണം, ഒരു കസേരയും നിങ്ങളെക്കാൾ വലുതല്ല. ഒരുത്തൻ ഇടത്തിരിക്കണം, ഒരുത്തൻ വലത്തിരിക്കണം. ആരാണ് വലുത്? ഭാഗ്യസ്മരണീയനായ അത്തനേഷ്യസ് തിരുമേനി, നമ്മുടെ അച്ചുകുഞ്ചാനൊക്കെ വളരെ ആത്മബന്ധമുള്ള ഒരു തിരുമേനിയാണ്. തിരുമേനി ഉപയോഗിക്കുന്നൊരു വാക്ക് ഞാൻ അങ്ങ് പറയുകയാണ്, അതെൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വിട്ടേക്കണം. മഹത്വം എന്നത് ചെറ്റകൾക്ക് മനസ്സിലാവില്ല. ഇതെൻ്റെ വാക്കല്ല. നാളെ എന്നെ പഞ്ഞിക്കിടാതിരിക്കാനാണ് ഞാൻ തിരുമേനി ഇപ്പം കാലം ചെയ്തുകൊണ്ട് തിരുമേനിയോട് പോയി ചോദിക്കാനും പറ്റില്ല. എന്നാൽ അന്ന് കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലൊക്കെ തിരുമേനി എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മഹത്വം. ശരിക്കും പറഞ്ഞാൽ അതൊരു ടോൾസ്റ്റോയുടെ വാചകമാണ്. അത് ചീപ്പ് പീപ്പിൾ എന്നാണ്, അല്പന്മാരെന്നാണ് അതിൻ്റെ കൃത്യമായ പരിഭാഷ. പക്ഷെ അതിനൊരു ഉശിര് കുറവായതുകൊണ്ട് തിരുമേനി പറയും, മഹത്വം എന്നത് അല്പന്മാർക്ക് മനസ്സിലാവില്ലെന്നല്ല, മഹത്വം എന്നത് ചെറ്റകൾക്ക് മനസ്സിലാവില്ലെന്നാണ്. ആരാണ് വലുത്?
ആരാണ് ചെറുത് എന്ന് നിങ്ങളുടെ ഇടയിലും നമ്മളുടെ ഇടയിലും തർക്കം നിലനിൽക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ മേശയല്ല, ഇത് നീറോയുടെ മേശയാണ്. കർത്താവിൻ്റെ മേശ ഒരു കൗണ്ടർ ബാങ്ക്വറ്റാണ്. അതൊരു പുതിയ വിരുന്നാണ്, അതൊരു ബദൽ വിരുന്നാണ്. അതുകൊണ്ട് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ടൈം ഓഫ് റീഇൻഫോഴ്സിങ് ദ പ്രോട്ടോകോൾ. നിലവിലിരിക്കുന്ന അശ്ലീലകരമായ അധികാര വിന്യാസങ്ങളെ ബലപ്പെടുത്തുന്നതല്ല, മറിച്ച് ഒരു പുതിയ സ്നേഹ സംസ്കാരം. വിശുദ്ധ കുർബാനയിലെ തുയാബാ ശുശ്രൂഷയിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, പുതിയ ലോകത്തിലേക്ക് പുതിയ മനുഷ്യരായി യാത്ര ചെയ്യണം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു ആത്മാവ് അറിയണമെങ്കിൽ അതിന് പുതുതായി ജനിക്കണം. ഈ പുതുതായി ജനിക്കുക എന്നതിന് ഇന്ത്യൻ പാരമ്പര്യത്തിൽ തലകീഴായി നോക്കുക എന്നും കൂടെ ഒരർത്ഥമുണ്ട്. അതായത് എല്ലാവരും നോക്കുന്നതിൻ്റെ നേരെ തലകീഴായി നോക്കുന്നവന് മാത്രമേ എന്താണ് യൂക്കറിസ്റ്റ് എന്ന് മനസ്സിലാവൂ. ഓർക്കണം, ഇത് നീറോയുടെ അത്താഴമല്ല, ഇതെൻ്റെ കർത്താവിൻ്റെ അത്താഴമാണ്. വലിപ്പ ചെറുപ്പങ്ങൾക്ക് വേണ്ടി തർക്കമുണ്ടാക്കുമ്പോൾ അത് കർത്താവിൻ്റെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ ചെയ്യുന്നത് കർത്താവിൻ്റെ അത്താഴമല്ല. കാരണം അതൊരു കൗണ്ടർ ബാങ്ക്വറ്റ് അല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഓരോ കുർബാനയിലും നമ്മൾ അച്ഛന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആമീൻ പറയും. എന്തോ കേട്ടിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, ഹോഷോ ബബു കുൽസാമീൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് ഏത് മീനായാലും ഒരു പ്രശ്നവും. അതുകൊണ്ട് ഈ ആമേൻ എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വാസ പ്രസ്താവമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ആമേൻ പറയുന്നവന് നീറോയുടെ വിരുന്നിനോട് യേശു പറയാനാവില്ല. അതുകൊണ്ട് ആമേൻ ആമേൻ എന്ന ആരാധനയിൽ പറയുന്നത് യു ആർ ഡിസെൻഡിങ്, യു ആർ നെഗേറ്റിംഗ് നീറോസ് ബാങ്ക്വറ്റ്. ഇന്ന് ഇത്തരത്തിലുള്ള നീറോ ചക്രവർത്തിമാർ കേരളത്തിലും ഡൽഹിയിലുമൊക്കെയായി വിരുന്ന് കൊടുക്കുമ്പോൾ അവിടെ പോയിരുന്ന് അണ്ടിപ്പരിപ്പ് ഞൊണയുമെന്ന് ഓർത്തോണം, യൂക്കറിസ്റ്റിന് ആമേൻ പറഞ്ഞവരാണ്. വേറെ ഒരു നീറോയുടെ വിരുന്നിനും പോയി ഇരിക്കാൻ നമുക്ക് അവകാശമില്ല. ഇതൊരു കൗണ്ടർ ബാങ്ക്വറ്റാണ്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വിരുന്ന് ഇറ്റ് ടോപ്പിൾസ് ഓൾ ഹയറാർക്കി ആൻഡ് ഓൾ പ്രോട്ടോകോൾ. രണ്ടാമത്തെ വിചാരം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു പുതിയ ഓർമ്മയാണ്. ആദ്യം പറഞ്ഞത് പുതിയ മേശ, ഒരു പുതിയ വിരുന്ന്. രണ്ട്, ഇതൊരു പുതിയ ഓർമ്മയാണ്. നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് പറയുന്നുണ്ട്, അവൻ അപ്പവും മീഞ്ഞും ഒക്കെ എടുത്തു, എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് അപ്പവും വീഞ്ഞും എടുത്തിട്ട് യേശു പറയുന്നു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ഓർക്കേണ്ടത്, ഇത് വ്യാഴാഴ്ച വൈകിട്ടാണ് പറയുന്നത്. ചില പാരമ്പര്യങ്ങളിൽ ബുധനാഴ്ച വൈകിട്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് യേശു പെസഹ ദിവസം അപ്പവും വീഞ്ഞും കയ്യിലെടുത്തിട്ട് ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ അത് ശരീരമായിട്ടില്ല. ഇതെൻ്റെ രക്തം എന്ന് പറയുമ്പോൾ അത് രക്തമായിട്ടില്ല. കാരണം അത് വെള്ളിയാഴ്ചയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് സാധ്യതകളുണ്ട്. വിശുദ്ധ കുർബാനയെ ദുഃഖവെള്ളിയാഴ്ചയുടെ കണ്ണിലൂടെ, ഈസ്റ്റർ ഉണ്ട്, അത് ഞാൻ പുറകെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അതങ്ങ് വിടുന്നത്. ദുഃഖവെള്ളിയാഴ്ചയെ വിശുദ്ധ കുർബാനയെ യേശു കർത്താവ് തൻ്റെ ശരീരമൊന്നും രക്തമൊന്നും പറഞ്ഞ് കയ്യിലെടുത്ത അപ്പവും വീഞ്ഞും അതിനെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ തളച്ചിടുമ്പോൾ അത് വെറും ഗോതമ്പപ്പമാണ്. അത് കഴിക്കുന്നവൻ ഗോതമ്പാത്മകതയിലേക്ക് പോകും. എന്നാൽ ഇത് യേശുവിൻ്റെ ശരീരമാകുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ ദുഃഖവെള്ളിയാഴ്ചയുടെ കാൽവറിയിലെ മരണത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോഴാണ് അപ്പത്തിന് അപ്പൻ്റെ അടയാളം ഉണ്ടാവുന്നത്.
അതുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്നത് വ്യാഴാഴ്ചത്തെ അപ്പവും വീഞ്ഞും മാത്രമായി ചുരുങ്ങിപ്പോകുന്നുണ്ടോ, അതോ അതിന് ദുഃഖവെള്ളിയാഴ്ചയുടെ ഉള്ളടക്കമുണ്ടോ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാന എന്നത് ഒരു ഡോക്ട്രിൻ എന്നതിനേക്കാൾ അതൊരു ഈവൻ്റാണ്, അതൊരു സംഭവമാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും യേശു കർത്താവ് ഓർക്കണം 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 എന്ന് പറയുമ്പോൾ കേവലം അപ്പവും വീഞ്ഞും ഓർക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. തിരുമേനി എപ്പോഴും പറയുന്നത് പോലെ 3.5 കൊല്ലത്തെ യേശു കർത്താവിൻ്റെ ജീവിതം കുറുക്കിയെടുത്താൽ, അതിനെ കാച്ചി കുറുക്കിയെടുത്താൽ ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കാം: ദിസ് ഈസ് മൈ ബോഡി. ഇതെൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ 3.5 കൊല്ലത്തെ കർത്താവിൻ്റെ ജീവിതവും വെള്ളിയാഴ്ചത്തെ അവൻ്റെ പങ്കപ്പാടും കൂടെ ചേരുമ്പോഴാണ് അത് യേശുവിൻ്റെ ശരീരമായി മാറുന്നത്. നമ്മൾ ഈ ജാലിയൻ വാലാബാഗൊക്കെ കാണാൻ പോയിട്ടുള്ളവരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടികയിലൊക്കെ വെടിയുണ്ട കൊണ്ട പാടുണ്ട്. നമുക്ക് 2 തരത്തിൽ അത് കണ്ടിട്ട് പോവാം. ഒന്ന്, ഉണ്ടയുടെ പാട് കണ്ടിട്ട് വരാം. ആ ഉണ്ടയുടെ പാടിൻ്റെ അകത്തൊരു ചരിത്രമുണ്ട്. ഇന്ന് നമുക്ക് പറ്റുന്ന പ്രശ്നം, നമ്മൾ ഈ അപ്പത്തിലും വീഞ്ഞിലും ഇതിനകത്താണോ യേശു, ഇതിന് പുറത്താണോ യേശു, ഇതിൻ്റെ സൈഡിലാണോ യേശു? കാരണം നമ്മൾ വ്യാഴാഴ്ചയിൽ കുടുങ്ങിക്കിടക്കുക. ഇത് വെള്ളിയാഴ്ചയാണ് ഈ അപ്പം യേശുവിൻ്റെ ശരീരമാകുന്നത്. അതുകൊണ്ട് പ്രതീകാത്മകമായി യേശുവെടുത്തുയർത്തിയ അപ്പവും വീഞ്ഞും അത് ശരീരമായി രക്തമായി ആക്ഷരികാർത്ഥത്തിൽ മാറുന്നത് ഈ അപ്പത്തിലും വീഞ്ഞിലും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അവൻ്റെ 3.5 കൊല്ലത്തെ ചരിത്ര ജീവിതവും കാണുമ്പോഴാണ്. മറ്റൊരർത്ഥത്തിൽ അപ്പത്തിലും വീഞ്ഞിലും കാണേണ്ടത് പദാർത്ഥമല്ല, യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അപ്പവും വീഞ്ഞും എന്നത് കേവലം അടയാളങ്ങളല്ല, അത് യേശുവിൻ്റെ ശരീരം തന്നെയാണ്. പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട് യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചുമൊക്കെ. എന്നാൽ എന്താണ് മാർത്തോമാ സഭയുടെ ഔദ്യോഗികമായ നിലപാട്? 1953 ഏപ്രിൽ മെയ് മാസത്തെ സഭാതാരകയിൽ ഭാഗ്യസ്മരണാർഹരായ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലിത്തായും മാത്യൂസ് മാർ അത്തനീഷ്യസ് എപ്പിസ്കോപ്പായും കൂടെ ചേർന്ന് ഇറക്കിയ ഒരു കൽപ്പനയുണ്ട്. അന്നത്തെ ഒരു എപ്പിസ്കോപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വിവാദങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഒരു വിശദീകരണം തിരുമേനി അല്ലെങ്കിൽ 2 തിരുമേനിമാരും കൂടെ ചേർന്ന് നൽകുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു നല്ല മാതൃകയാണ്. ഇതൊരു ഡോക്ട്രൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഉപദേശത്തെക്കുറിച്ച് സഭയിൽ തർക്കമുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഡോക്ട്രിൻസ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഒരു നീണ്ട കൽപ്പനയാണ്, അതിൽ ഒരു വാചകം മാത്രം. എന്താണ് സഭ വിശ്വസിക്കുന്നതെന്ന് അറിയണമല്ലോ. വിശുദ്ധ കുർബാന സംബന്ധിച്ച് വസ്തുമാറ്റ ഉപദേശവും സ്ഥാനീകോപകരണ ഉപദേശവും, അതായത് അപ്പത്തിന്മേൽ അപ്പത്തിൽ അപ്പത്തോടുകൂടെ ക്രിസ്തു, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമുക്ക് സ്വീകാര്യമല്ല. ക്രിസ്തു സന്നിഹിതനാകുന്നു അഥവാ സ്ഥാനമെടുക്കുന്നു എന്ന ഉപദേശവും നമുക്ക് സ്വീകാര്യമല്ല. കുർബാനയിലെ അപ്പവീഞ്ഞുകൾക്ക് അടയാളം എന്ന വില മാത്രമല്ല, അങ്ങനെ കൽപ്പിക്കുന്നവരുമുണ്ട്, അതും നമുക്ക് സ്വീകാര്യമല്ല. പിന്നെ എന്താണ് സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ? വിശ്വാസികൾ യേശു കർത്താവിനെ ആത്മീയമായി അനുഭവിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ കർത്താവ് തന്നെ നമുക്കായി നൽകുന്നു എന്നും വിശ്വാസികൾ അവനുമായി സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് വസ്തു മാറുകയാണോ വസ്തുവിൻ്റെ അകത്താണോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അപ്പവീഞ്ഞുകളിലൂടെ ക്രിസ്തു തന്നെ നമുക്കായി നൽകുകയാണ്. വിശ്വാസികൾ യേശു കർത്താവുമായി സംസർഗത്തിൽ ഏർപ്പെടുകയാണ്. നമുക്കറിയാം, ഈ വിശുദ്ധ കുർബാന അത് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ അപ്പം
താഴെ വീഴാൻ സാധ്യതയുണ്ട്. പഴയ അച്ഛന്മാരത് നക്കിയെടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ കാശ് കണ്ടാലോ നക്കിയെടുക്കുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പം താഴെ വീഴുമ്പോൾ നമ്മളതെടുത്ത് അത് അച്ഛന്മാർ തന്നെ അത് ഭക്ഷിക്കും. അപ്പം കൊടുക്കുമ്പോൾ അപ്പം കയ്യിൽ നിന്ന് താഴെ പോയാൽ ആളുകൾക്ക് അത് വലിയ വിഷമമാണ്. എന്താ കാരണം? ഇത് കേവലം ഗോതമ്പപ്പമല്ല, ഇത് കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും സ്വീകരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. അതിലെ വസ്തുവിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ അപ്പത്തിനുള്ളിലുള്ളത് യേശു കർത്താവിൻ്റെ മരണവും അവൻ്റെ 3.5 കൊല്ലത്തെ ജീവിതവുമാണ്. അതാണ് ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കുന്നത്. അതുകൊണ്ട് പദാർത്ഥത്തിൻ്റെ മാറ്റത്തേക്കാൾ അതിലടങ്ങിയിരിക്കുന്ന ചരിത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. നമുക്ക് വേഗത്തിൽ പോകാം. തിരുമേനി അനുവദിച്ച സമയം തീരാറായല്ലോ. പക്ഷെ അങ്ങനെ തീർക്കത്തില്ല, ഞാനത് മറന്നിട്ടില്ലെന്നൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി. അപ്പം ഈ ചരിത്രം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഫോസിലൈസ്ഡ് മെമ്മറിയാണ്. യേശു പറയുന്നു, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ ഓർമ്മ എന്നത് കേവലം നൊസ്റ്റാൾജിയ അല്ല, ന്യൂജൻ ഭാഷയെ പറഞ്ഞാൽ നൊസ്തു അല്ല. ഇതിനുപയോഗിക്കുന്ന വാക്ക് അനംനേസിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി റീകോളിംഗ് ദ പാസ്റ്റ്. അനംനേസിസ് എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് ഫോർവേഡ് എന്നാണ് അർത്ഥം. അല്ലാതെ പഴയ ചില കാര്യങ്ങൾ ചികഞ്ഞെടുക്കുന്നതല്ല, ഇത് റിമെമ്പറിങ് ഫോർവേഡാണ്. യേശു എന്തിനു വേണ്ടി വന്നു, യേശു എന്തിനു വേണ്ടി മരിച്ചു, യേശുവിനെ എന്തിനു വേണ്ടി കൊന്നു, ഇതെല്ലാം കൂടെ ഓർക്കുന്ന, ഇത് നിങ്ങൾ ഓർക്കണം എന്നാണ്. അതുകൊണ്ട് അപ്പത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതത്തെ മാറ്റിക്കളഞ്ഞാൽ, ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വിട്ടേക്കുക, നമ്മൾ വിശുദ്ധ കുർബാനയെ വന്ധ്യംകരിക്കുകയാണ്. അതുകൊണ്ട് ആരെയും ഒഴിവാക്കുന്നതല്ല, ചേർത്ത് പിടിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞാൽ റീമെമ്പറിങ് എന്നാണ്. യേശു കർത്താവ് ആദ്യം വിശുദ്ധ കുർബാന കൊടുത്ത സമയത്ത് ആദ്യം കൊടുത്തത് ആർക്കാണ്? യൂദായിക്ക. അതുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്, തന്നെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു. എന്നിട്ട് യൂദായെ വിളിക്കുന്നത് എന്താണ്? സ്നേഹിത. തന്നെ ഒറ്റിക്കൊടുത്തവനെ പോലും സ്നേഹിത എന്ന് ചേർത്ത് വിളിക്കുന്നു. എന്നാൽ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഏതെല്ലാം തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ് ആണ് നമ്മളുള്ളത്. നമുക്ക് സഭാപരമായിട്ടുള്ള വേർതിരിക്കലും മാറ്റി നിർത്തലുകളും ഒക്കെ വിടാം. ഞാനൊരിക്കൽ ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിൽ ഒരു പെങ്കൊച്ചു പറഞ്ഞാച്ചാ, ഞാൻ 1 വർഷമായി കുർബാന കൊണ്ടിട്ട്. ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റി, എന്നോട് എന്തെങ്കിലും പ്രശ്നമാണോ? പറഞ്ഞ അതല്ല, ഞാൻ പ്രസവിച്ചു. അപ്പം അതുകൊണ്ട് നാട്ടിൽ ചെന്ന് മാമോദീസ കഴിയാതെ കുർബാന കൊള്ളാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇവളെ കെട്ടിയ ചെറുക്കൻ കുർബാന കൊള്ളുന്നുണ്ട്. ഇവരുടെ 2 പേർക്കും കൂടെ കിട്ടിയ ട്രോഫിയാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. അപ്പം 2 പേരും കൂടെ ഉള്ള ഒരു കൂട്ടായ്മയിൽ ഒരാളും മാത്രം എങ്ങനെയാണ് അശുദ്ധയാവുന്നത്? ഒരു കൊല്ലമായി അവൾ സങ്കടത്തോളം ഏതെല്ലാം തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ്. ചിലപ്പോൾ ആദ്യ കുർബാനയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും, അച്ഛാ പീരിയഡ്സ് വരുന്ന സമയത്ത് എടുക്കാമോ? നമ്മൾ തള്ളി മറിക്കുന്നത് എന്തോ, അവൻ്റെ രക്തം സകല പാപവും, ചുമ്മായിട്ട് വിറപ്പിക്കുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ രക്തം സകല പാപവും മോചിക്കുന്നുവെന്ന് പറയുകയും ഒരു വ്യക്തിയുടെ ശരീരത്തിലെ പ്രക്രിയകൾ അശുദ്ധമായി തീരുകയും ഏതെല്ലാം തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പവും വീഞ്ഞും അതിൽ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണവും 3.5 കൊല്ലത്തെ ജീവിതവും മാറ്റി നിർത്തിയാൽ
പിന്നെ എന്താണ് ബാക്കിയുള്ളത്? അതൊരു പെസഹ അപ്പം പോലെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ മതിലുകൾ സൃഷ്ടിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ അതിരുകളെ വിശാലമാക്കാം. എനിക്ക് ഈ അടുത്ത സമയത്ത് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ ബർന്നബാസ് സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി അന്ത്യോക്യയിൽ ചെന്നപ്പോൾ തിരുമേനിക്ക് പാത്രിയാർക്കീസ് വിശുദ്ധ കുർബാന കൊടുത്തു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എത്രയോ കാലമായിട്ടുണ്ടായിരുന്ന ഒരു മതിലാണ് ഇല്ലാതാവാൻ പോകുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ സുറിയാനി സഭകളോട് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊരു ഡയലോഗിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നല്ല അവസരമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ നമുക്കത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റിയോ? മതിലുകൾക്ക് ഉയരം കൂട്ടാനല്ല, മതിലുകൾ വിശാലമായി പുതിയ സ്നേഹ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇതോർക്കേണ്ടത്, അല്ലാതെ പുതിയ മതിലുകൾ പണിയാനല്ല. വേഗത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, പുതിയ മേശ. 2, പുതിയ ഓർമ്മ. 3, പുതിയ കൊതി, ന്യൂ ഡിസയർ. ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ വരുവോളം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അത് കുറച്ചുകൂടെ ഭംഗിയായി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ, നിങ്ങൾ ആ വാചകം വളരെ ശ്രദ്ധിക്കണം, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ ഇവിടെ ഇനി ഇങ്ങനെ ഒരു മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇനി കുടിക്കില്ല. ഇനി ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പുതുതായി കുടിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നത്, യു പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത് അൺടിൽ ഹി കംസ്. കർത്താവ് വരുവോളം. അത് നമ്മുടെ തക്സായിലെ ഒരു പ്രധാനപ്പെട്ട ശക്തീകരണമാണ്, നിങ്ങൾ അവൻ്റെ മരണത്തെ. അതുകൊണ്ട് കുർബാന എന്നത് ഒരു പ്രഘോഷണമാണ്. യേശു കർത്താവിൻ്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ മരണത്തെ മാത്രമല്ല, കർത്താവിൻ്റെ പുനരാഗമനത്തെയും നമ്മൾ കേവലം അപ്പവീഞ്ഞുകൾ എടുത്ത് ഉയർത്തുമ്പോൾ അവൻ്റെ മരണത്തെയും അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെയും നമ്മൾ പ്രസ്താവിക്കുകയാണ്. അതുകൊണ്ട് 2 കാലങ്ങൾക്കിടയിലാണ് വിശുദ്ധ കുർബാന. ഇനി കർത്താവിനോടുകൂടെ കുടിക്കാനാവില്ല, നോ ലോങ്ങർ. അടുത്തതെന്താണ്? നോട്ട് യെറ്റ്, ഇനി കുടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയോഗം? വിശുദ്ധ കുർബാനയെ അതൊരു വിഗ്രഹമാവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് മുന്തിരിവള്ളിയുടെ അനുഭവമാണ്. ഈ മുന്തിരിവള്ളിയുടെ അനുഭവമല്ല എന്നേക്കുമായിട്ടുള്ള അനുഭവം. ഇനി നമുക്കൊരു പുതിയ അനുഭവമുണ്ട്. നമ്മൾ ഇപ്പോൾ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ കർത്താവിൻ്റെ അസാന്നിധ്യത്തിലാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ, ഇനി നിത്യതയിൽ ദൈവരാജ്യത്തിൽ അവനോടു കൂടെ നമ്മൾ വീണ്ടും പന്തിക്കിരിക്കുന്ന ഒരു ദിവസമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇപ്പോഴുള്ള ഈ ഒരു അനുഭവത്തെ അതിൽ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ഇറ്റ് അവൈക്കൻസ് എ ഡീപ്പ് ഹങ്കർ, ഒരു പുതിയ കൊതി. അതുകൊണ്ട് ഒരു ന്യൂ ഡിസയർ നമുക്ക് ഉണ്ടാവണം. ആ പുതിയ കൊതിയാണ് ഞാൻ വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി നിത്യതയിൽ അവനോടു കൂടെ നാം ഇനി പുതുതായി കുടിക്കുന്ന നാൾ വരികയാണ്. അങ്ങനെ ഒരു കൊതിയില്ലാതെ വിശുദ്ധ കുർബാനയെ നമ്മൾ കണ്ടാൽ വിശുദ്ധ കുർബാന ഒരു വിഗ്രഹമായി മാറും. അതുകൊണ്ട് ഒരു വിശുദ്ധ കൊതി നമുക്ക് ഉണ്ടാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുക. 3 ചെറിയ കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. 1, ഒരു പുതിയ വിരുന്ന്, ഒരു കൗണ്ടർ ബാങ്ക്വറ്റ്. 2, ഒരു പുതിയ എഴുതിയവരെന്ന് പറഞ്ഞു പുതിയ ഓർമ്മ. അപ്പോൾ എഴുതാതിരിക്കുന്നതല്ലേ നല്ലത്?
അപ്പോൾ പുതിയ മേശ, കൗണ്ടർ ബാങ്ക്വറ്റ്. 2, പുതിയ ഓർമ്മ, കൗണ്ടർ മെമ്മറി. 3, നമ്മൾ അവസാനം പറഞ്ഞത് ഒരു പുതിയ കൊതി. അതെന്തിനാണ്? ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ കുടിക്കുമ്പോൾ എൻ്റെ കൊതി എന്താണെന്നറിയാമോ? കർത്താവിനോടുകൂടെ ഇനി പുതുതായി കുടിക്കുന്ന ഒരു നാൾ വരും. അതുകൊണ്ട് ഈ അപ്പവീഞ്ഞുകളിൽ കുടുങ്ങിക്കിടക്കാനല്ല, ഒരു പുതിയ കൊതിയും മോഹവും നമുക്കുണ്ടാവണം. വിശുദ്ധ കുർബാന ഒരു ജീവന കലയായി മാറേണ്ടത് ആവശ്യമാണ്. ഒരു പുതിയ ലോകത്ത് പുതിയ മനുഷ്യരായി ജീവിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെ ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായുടെ 2020 ഏപ്രിൽ 9 തിരുവല്ല പുലാത്തീനിൽ നിന്ന് ചെയ്ത പ്രസംഗത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനോഹരമായ ഒരു വാചകം ഇങ്ങനെയുണ്ട്. അതിങ്ങനെയാണ്: കുർബാനയുടെ അനുഭവം ദൈവകരങ്ങളിൽ ഇരുന്ന് വാഴ്ത്തപ്പെടാൻ നമ്മെ തന്നെ അർപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. വാഴ്ത്തപ്പെട്ടതിനെ ലോകം നുറുക്കും. അപ്പോൾ എന്താണ് വിശുദ്ധ കുർബാന? കർത്താവെ വാഴ്ത്തണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനാണ്? കർത്താവ് നമ്മളെ വാഴ്ത്താൻ. കർത്താവ് നമ്മളെ വാഴ്ത്തിയാൽ കർത്താവ് വാഴ്ത്തുന്നതിനെ ലോകം മുറിക്കും. അതുറപ്പാണ്. AD 107 രക്തസാക്ഷിയായ ആളാണ് വിശുദ്ധനായ ഇഗ്നേഷ്യസ്. അദ്ദേഹം റോമിലേക്ക് പോകുന്ന സമയത്ത് കപ്പലിൽ പോവുകയാണ്. എന്താണ് റോമിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. വിശന്നു വലഞ്ഞ വന്യമൃഗങ്ങൾക്ക് മുൻപിൽ ഈ വിശുദ്ധനായ ഇഗ്നേഷ്യസിനെ എറിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് സിംഹമോ കടുവായോ ഒക്കെ ഈ മനുഷ്യനെ കടിച്ച് കീറി പറിച്ച് ചവച്ച് അരച്ച് തിന്നും. ഇതാണ് റോമിൽ ഇഗ്നേഷ്യസിനെ കാത്തിരിക്കുന്നത്. അദ്ദേഹം ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് ഏഷ്യയിലെ സഭകൾക്ക് എഴുതുന്നൊരു വാചകമുണ്ട്: എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ ഗ്രെയിനാണ്. തിരുമേനി ഇന്നലെ പറഞ്ഞല്ലോ, വിത്ത് എന്ന് പറയുന്നത് അത് ഒരു കൊയ്ത്തിനുള്ള പൊട്ടൻഷ്യലുണ്ട്. വിത്തിൽ നിന്നും കൊയ്ത്തിലേക്ക്. വിശുദ്ധനായ ഇഗ്നേഷ്യസ് പറയാണ്, ഐ ആം ദ വീറ്റ് ഓഫ് ഗോഡ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഈ വന്യമൃഗങ്ങൾ കടിച്ച് പറിച്ചു തിന്നും. പക്ഷേ അവരെന്നെ ചവച്ചരച്ച് കൊന്നാലും ഞാൻ അവസാനിക്കില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അൾത്താരയിലെ വിശുദ്ധ അപ്പമായി രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, ഇതല്ലാതെ പിന്നെന്താ നമ്മുടെ കൊതി? വി നീഡ് എ ന്യൂ ഡിസയർ. നമുക്കൊരു പുതിയ മോഹം, ഒരു പുതിയ കൊതി ഉണ്ടാവണം. അതുതന്നെയല്ലേ നമ്മൾ ആദ്യം പാടിയത്? എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവ ബലിയായി. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ വാഴ്ത്തട്ടെ. അവൻ വാഴ്ത്തിയതിനെ ലോകം നുറുക്കും. പക്ഷെ ലോകം നുറുക്കുന്നത് കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതണ്ട. നമ്മൾ അവൻ്റെ മേശയിലെ വിശുദ്ധ അപ്പമായി രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ അപ്പവീഞ്ഞുകൾ അനുഭവിക്കുന്ന നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല, ഇനി അവനോടുകൂടെ പുതുതായി കുടിക്കുന്ന ഒരു നാൾ വരും. അതുകൊണ്ട് ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.